നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ആസ് ദ നെയിം സജസ്റ്റ് വർക്ക്, എനർജി, പവർ, ഈ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടാണ്. ആൻഡ് നമ്മൾ കൊളീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ ഈ ചാപ്റ്ററിന്റെ കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് നോക്കാം. വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താ, ജോലി അല്ലേ? പക്ഷെ നമ്മള് ആ ഒരു ജോലി എന്ന് നമ്മൾ പറയുന്ന അർത്ഥം അല്ല ഇവിടെ ഈ വർക്കിന് വരുന്നത്. ഓഫ്കോഴ്സ് അത് തന്നെയാണ്. പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് ഇവിടെ ഫിസിക്സിൽ അത് ജോലിയായിട്ട് കണക്കാക്കണമെന്നില്ല. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിനെ ഒരാൾ ഇങ്ങനെ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്ത് വലിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മള് ഒരു ടേബിളിനെ നമ്മളിങ്ങനെ പിടിച്ച് കൈ കൊണ്ട് വലിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് ഈ ഒരു ഡയറക്ഷനിലല്ലേ കൈ ഇരിക്കുക. അപ്പൊ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതാണ്. പക്ഷെ കൈയുടെ കൂടെ അങ്ങോട്ടായിരിക്കില്ലല്ലോ ടേബിൾ വരിക. സപ്പോസ് ദ ടേബിൾ മൂവ് ഇൻ ദിസ് ഡിറക്ഷൻ. സോ ഹിയർ ദ ഫോഴ്സ് ഈസ് ഇൻ ഡിറക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഇൻ ദിസ് ഡിറക്ഷൻ. ഓക്കെ, സോ ഇവർക്കിടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ അവിടെ ആ ഫോഴ്സ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് Fs cos θ ആണ്. എന്താണ്? Fs cos θ ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? വിച്ച് ഈസ് F ഡോട്ട് S എന്ന് പറയാം. എന്ത് പറയാം? F ഡോട്ട് S എന്ന് പറയാം. ഈ ഡോട്ട് പ്രൊഡക്റ്റിനെ നമ്മൾ വിളിച്ച വേറൊരു പേരുണ്ട്. എന്താന്ന് ഓർമ്മയുണ്ടോ? സ്കെയിലാർ പ്രൊഡക്റ്റ് എന്നാണ്. അപ്പോ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. അതായത് വർക്ക് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. വർക്ക് എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, എന്തില്ല? ഡയറക്ഷൻ ഇല്ല. അപ്പൊ വർക്ക് എന്ന് പറയുന്ന സാധനത്തിന് മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ മതി, നമ്മൾ അതിന് ഡയറക്ഷൻ ഇല്ല. സോ ഇവിടെ നമുക്ക് യൂണിറ്റ് എന്താന്ന് നോക്കാം. Fs cos θ ഇല്ലേ? F എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ്. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. S ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് റേഷ്യോ അല്ലേ? കോസ് തീറ്റ ഈസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് തീറ്റ. അതായത് രണ്ട് ലെങ്തിന്റെ റേഷ്യോ ആണ്. ഒരേപോലത്തെ ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോ ആയതുകൊണ്ട് തന്നെ കോസ് തീറ്റക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പൊ വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ഈ ന്യൂട്ടൺ മീറ്റർ നമ്മൾ വേറൊരു പേര് വിളിക്കും, വിച്ച് ഈസ് ജൂൾ. എന്താ വിളിക്കും? ജൂൾ. ക്യാപിറ്റൽ J എന്ന ലെറ്റർ വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ അപ്പൊ വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആണ് വർക്കിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡയമെൻഷൻ എന്താന്ന് നമുക്ക് നോക്കാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ഫോഴ്സിന്റെ ഡയമെൻഷൻ mL/T⁻² ആണ്. S എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ലെങ്ത് ആണ്. സോ എല്ലാണ് അതിന്റെ ഡയമെൻഷൻ. കോസ് തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ല. സോ വർക്കിന്റെ ഡയമെൻഷൻ ഓഫ് വർക്ക് എന്ത് വരും? ഡയമെൻഷൻ ഓഫ് വർക്ക് ഈസ് M. ഇവിടെ ഒരു L ഉണ്ട് ആൻഡ് ഇവിടെ ഒരു L ഉണ്ട്. അപ്പൊ L²T⁻². mL²T⁻² ആണ് എന്തിന്റെ ഡയമെൻഷൻ? വർക്കിന്റെ ഡയമെൻഷൻ. ഓക്കെ, യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ നമ്മൾ എല്ലാത്തിന്റെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്നുള്ളതാണ് നമ്മൾ തുടങ്ങിയ ഫസ്റ്റ് ചാപ്റ്റർ. അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. പക്ഷെ നമുക്ക് അവിടെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒന്നും പഠിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്ററിലും ഓരോ പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കുമ്പോഴും അതിന്റെ യൂണിറ്റും ഡയമെൻഷനും അതുപോലെ അത് സ്കെയിലാർ ആണോ വെക്ടർ ആണോ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ വർക്ക് മനസ്സിലായോ? എന്താണ് വർക്ക് എന്ന് മനസ്സിലായോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരെയാണ്? എനർജി ആണ്. എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് എനർജി എന്ന് പറയുന്നത്. സോ എനർജി ലിറ്ററലി വർക്ക് തന്നെയാണ് എന്ത്? എനർജി. നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നാ പറയാ? ദ വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എനർജി. അത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആക്ച്വലി എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ ഈ വർക്ക് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫൈൻഡ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദിസ് എന്ന് പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്യേണ്ടേ? അവിടുത്തെ വർക്ക് ഡൺ തന്നെയാണ് ഈ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതെന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ എനർജിക്കും ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. SI യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ്. ആൻഡ് ഡയമെൻഷൻ ഈസ് ഓൾസോ
ദാറ്റ് ഓഫ് വർക്കിന്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടിയത് ml²T⁻². ഇത് തന്നെയാണ് എനർജിയുടെയും ഡയമെൻഷൻ. ഓക്കെ, ഇനി ഇവിടെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എനർജി ഉണ്ട്. അത് ഫസ്റ്റ് വൺ, അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് മെക്കാനിക്കൽ എനർജി. ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന ആളാണ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെക്കാനിക്കൽ എനർജി എന്ന് വിളിക്കുക. ദെൻ ഈസ് ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ വരുമ്പോൾ പഠിക്കും. ഇലക്ട്രിക്കൽ എനർജി മീൻസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂലം ഉണ്ടാവുന്ന എനർജി. മാഗ്നറ്റിക് എനർജി ഉണ്ട്, കെമിക്കൽ എനർജി ഉണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ട് എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ്, നമുക്കറിയാം അല്ലെ? ഫോട്ടോസിന്തസിസ് ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലേ? അപ്പൊ ആ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് അവിടെ എനർജി റിലീസ് ചെയ്തില്ലേ? ദെൻ ന്യൂക്ലിയർ എനർജി. അത് ന്യൂക്ലിയർ എനർജി is associated with nuclear reactions such as nuclear fission and fusion. അതുപോലെയുള്ള റിയാക്ഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ എനർജി ഉണ്ട്. സോ ഇങ്ങനെ പല തരത്തിലുള്ള, ഇനി നമുക്ക് നേരത്തെ എഴുതാൻ പാകത്തിന് ഒരുപാട് കൈൻഡ് ഓഫ് എനർജി ഉണ്ട്. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആരെ കുറിച്ചാണ്? കൈനറ്റിക് എനർജിനെ കുറിച്ചും പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ചുമാണ്. സോ നമുക്ക് നോക്കാം കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാല് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനുള്ള എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി. അതിനൊരു വെലോസിറ്റി ഉണ്ടാവണം. ഒരു ഒബ്ജക്റ്റിന് ഒരു വെലോസിറ്റി ഉണ്ടെങ്കിലാണ് അവിടെ എന്തുള്ളത്? കൈനറ്റിക് എനർജി ഉള്ളത്. കൈനറ്റിക് എനർജി ഓഫ് ആൻ ഒബ്ജക്ട് ഇസ് എ മെഷർ ഓഫ് ദ വർക്ക് ആൻ ഒബ്ജക്ട് ക്യാൻ ഡു ബൈ ദ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ആൻഡ് വി ഓൾസോ ഡിസ്കസ്ഡ് ദാറ്റ് കൈനറ്റിക് എനർജി ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ആൻഡ് അതിന്റെ SI യൂണിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ജൂൾ ആണെന്ന് പറഞ്ഞു. സോ ദിസ് കൈനറ്റിക് എനർജി ഇസ് ഗിവൺ ബൈ, നമുക്കറിയാം ഇക്വേഷൻ ½mv² ആണ്. ആക്ച്വലി കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ½mv.v ആണ്. വെലോസിറ്റിയുടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, a ഡോട്ട് എന്ന് പറഞ്ഞാൽ a² ആണ്. അതുകൊണ്ടാണ് ഇവിടെ v² ആയത്. സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ½mv². m എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദി ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ മാസ് ആണ്, മാസ് ഓഫ് ദി ഒബ്ജക്ട്. ആൻഡ് v is the velocity of the object. ഒബ്ജക്റ്റിന്റെ എന്താണ്? വെലോസിറ്റി ആണ്. ഓക്കെ, സോ കൈനറ്റിക് എനർജി ഇസ് ½ So we need to discuss work energy theorem. എന്താണ് വർക്ക് എനർജി തിയറം? സോ ഈ കൈനറ്റിക് എനർജിയുടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടതായതുകൊണ്ടാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യം വരുന്നുണ്ട്. നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും കൂടെ പഠിച്ചിട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത്. ഡയറക്റ്റ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എമ്മും വിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് അതിന്റെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് കേട്ടോ. സോ വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എന്താണ്? അത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ്. അവിടെ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഫോഴ്സ് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ആണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ എഴുതാം: ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ ബൈ ദി നെറ്റ് ഫോഴ്സ്. അവിടെ ഫോഴ്സ് ചെയ്യുന്ന വർക്കിനെയാണ് എന്ത് വിളിക്കുന്നത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്, മോഷനിൽ ഇരിക്കുന്ന വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിന് എക്സ്പീരിയൻസ് അതിന് വേണ്ടി വരുന്ന എനർജി, മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അതിനൊക്കെ വേണ്ടി വരുന്ന എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പൊസിഷൻ, വിർച്യൂ ഓഫ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ.
ഒക്കെ കൊണ്ടുണ്ടാവുന്നതാണ് ഈ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ എന്താണ് ഈ പൊസിഷനും കോൺഫിഗറേഷനും? അത് ഓരോന്നും നമുക്ക് പഠിക്കാം. അത് നമ്മൾ പൊസിഷന്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം, വിച്ച് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? സോ ഇത് എർത്തിന്റെ സർഫസ് എന്നിരിക്കട്ടെ. സോ ഇത് സർഫസ് ആണ്. ഇത് ഇവിടെ ഹൈറ്റ് 0 ആണ്. സോ ഇവിടെ ഇരിക്കുന്ന ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി, ഇതിനെ നമ്മൾ ഗ്രൗണ്ട് ലെവല് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ 0 എന്നാണ് എടുക്കുന്നത്. ഇനി ഇത് മുകളിലേക്ക് പോകും തോറും ഞാനൊരു എം മാസ് ഉള്ള ഒബ്ജക്റ്റിനെ ഞാൻ h ഹൈറ്റ് മുകളിലേക്ക് കൊണ്ടുപോവുക. എത്ര ഹൈറ്റ് മുകളിലേക്ക് കൊണ്ടുപോയി? h ഹൈറ്റ് മുകളിലേക്ക് കൊണ്ടുപോയി. സോ ഇവിടെ എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് mg ഡൗൺവേർഡ്സ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? h ആണ്. സോ ഇവിടുത്തെ ഫോഴ്സ് mg ആണ്. എത്ര ഹൈറ്റ് ഞാൻ കൊണ്ടുപോയി? s ഈക്വൽ ടു h. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ എം ജിയും എച്ചും തമ്മില് അവര് പാരലൽ അല്ലേ? സോ കോസ് 0 വരും. സോ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് എം ജി ഇൻറ്റു എച്ച്. ദിസ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു എം ജി എച്ച്. അതിന്റെ ഹൈറ്റ് മൂലം ഉണ്ടാകുന്ന ഒരു എനർജിയാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോ h ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്, h ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനുള്ള എനർജി എം ജി എച്ച് ആണ്. ഗ്രൗണ്ടിലാണ് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിലോ അതിന്റെ എനർജി എത്രയാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആക്ച്വലി 0. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് എം ജി എച്ച്. അപ്പൊ അവരുടെ പൊസിഷൻ മാറുമ്പോഴാണ് ആ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ടാവുന്നത്.